മറ്റൊന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞത് ഒരുക്കങ്ങളിൽ ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല, സാധാരണയാണ്, ഇത്തരത്തിലുള്ള തിരക്ക് സാധാരണയാണ്, ഇത് സംഭവിക്കാറുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ഒരുക്കങ്ങളിൽ യാതൊരു വിധത്തിലുള്ള പാളിച്ചയും വന്നിട്ടില്ല, രാഷ്ട്രീയമായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്, രാഷ്ട്രീയപരമായി മാത്രം ഉപയോഗിക്കുകയാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രശാന്ത് മാത്രമല്ല, ഇത് പിന്നെ നമ്മുടെ വീണ ജോർജ് പറഞ്ഞു, ആരോഗ്യമന്ത്രി വയറ്റിനകത്ത് കത്രിക കിടന്നു, അത് പിന്നെ പരിശോധിച്ചപ്പം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഒരു അപാകതയല്ല. ഒരാൾ പ്രസവം കഴിഞ്ഞു, പ്രസവം സിസേറിയൻ സക്സസ്ഫുൾ, പക്ഷേ പേഷ്യൻ്റ് ക്ലോസ്. എന്താ കാര്യം പറയുന്നത്? അവിടെ പിന്നെ അണുബാധ ഉണ്ടായിരുന്നു. അപ്പം സിസ്റ്റത്തിൻ്റെ കുറ്റമല്ല, കറക്റ്റായിട്ട് ഓപ്പറേഷൻ ചെയ്തു, പക്ഷേ ആൾ മരിച്ചു. അവിടെ ക്ലീനിങ് ഇല്ലായിരുന്നു, ശുചിത്വമില്ലായിരുന്നു, അതുകൊണ്ട് ആൾ മരിച്ചു എന്ന്. അപ്പോൾ ഓപ്പറേഷൻ പെർഫെക്റ്റ് ആണ്. ഇത് തന്നെയാണ് പ്രശാന്തം പറയുന്നത്. സിസ്റ്റം പെർഫെക്റ്റ്, വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നതാണ്, എല്ലാം കൊള്ളാം, ഞങ്ങളെല്ലാം വിദ്യാഭ്യാസ സംവിധാനം വളരെ ചിട്ടയോടുകൂടി കൊണ്ടുപോവുകയാണ്. പക്ഷേ അച്ചടക്കമില്ലാത്ത കുട്ടികൾ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ ഇറങ്ങി വാടാ ഡാഷ് മോനെ എന്ന് വിളിക്കുന്ന അവസ്ഥ. എന്ത് സംസ്കാരമാണ് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എല്ലാ അധ്യാപകൻ്റെയും വലിയ അധ്യാപകനാണ് പിന്നെ വൈസ് ചാൻസലർ. അത് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ നിയമനത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ആ നിയമനത്തിനെ പറഞ്ഞ് നിങ്ങൾ കോടതിയിൽ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനത്തിൽ പോകും. അത് അദ്ദേഹത്തിൻ്റെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിന് അച്ഛനെയും അമ്മയെയും ഇറങ്ങി വാടാ ഇന്ന മോനെ എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് വൈസ് ചാൻസലറെ അങ്ങനെ വിളിക്കുന്നത്. ഇത് ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഏത് സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത്? ഇവിടെ കോടതി വേണമെന്നായിരിക്കുകയാണ്. ഏതിനും കോടതി വേണം. എനിക്ക് തോന്നുന്നത് ഇനി കേരളത്തിൽ കോടതി ഭരിച്ചാൽ മതി, വേറെ ആരും ഭരിക്കണ്ട. എന്തിനാണ് നമ്മൾ മറ്റുള്ള സംവിധാനം? ഹൈക്കോടതിയുടെ കീഴിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിനെയും പിന്നെ 10-65 വകുപ്പുകളെയും കൊടുക്കട്ടെ, എന്നിട്ട് അവിടുന്ന് അവർ ഉത്തരവിടുമ്പോൾ അല്ലെങ്കിൽ നേരെ ജയിലിൽ പോകും. അതായത് എല്ലാവരിലും ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് ഇല്ലാതാക്കിയിരിക്കുകയാണ് കേരളത്തിൽ.